ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനമാണ്. നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട്. ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. മമ്മൂട്ടിയെ കണ്ടോളി. മമ്മൂട്ടി നേരെ നോക്കുക. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. താൻ പാമ്പല്ല, ഓന്തല്ലേ. നിക്കണോ നിപ്പിൾ നിറമാറുന്ന ഓന്ത്. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അല്ല, ഒരു കലാകാരന്റെ അന്തർദാഹം അന്തർദാഹം അത് നല്ല പൈപ്പോളം കുടിച്ചാൽ മാറിക്കോളും. ഒരാൾക്ക് 2 തവണ അബദ്ധം പറ്റില്ല. അടുക്കളയിലേക്ക് പോവുക. അല്ലെങ്കിലും എനിക്കിത് വരണം. ഞാനിത് കേട്ടല്ലേ മതിയാവൂ. ഈ മനയിൽ കയറിയ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണേ. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. അങ്ങനല്ല. കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗം. ഭ്രമയുഗം തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പിട്ട് മുറിക്കുക. തുപ്പുമ്പോ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നുന്നത്. ഒരാൾക്ക് 2 തവണ. അതൊരു പ്രാവശ്യം പറഞ്ഞതാ. ഇതിൽ പറയാൻ വേറെ പഞ്ച് ഡയലോഗ് ഇല്ല. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല. ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷൻ. നിങ്ങൾക്കറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷമാ നാടൻ വാറ്റിന് ചാത്തൻ എന്ന് പേര് വീണത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും.